കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ മാറി വികാസവാണിയിൽ മനോഹരമായിട്ടുള്ളൊരു വില്ല 4 സെൻറ്റ് സ്ഥലത്താണ് വില്ല വരുന്നത്. 1900 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 ബെഡ്റൂമുള്ള ഒരു വീടാണിത്. മനോഹരമായിട്ടുള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഇനി ഒരു വീട് മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഡിസൈൻ്റെയും കണ്ടംപററി ഡിസൈൻ്റെയും എലമെൻറ്റുകൾ നമുക്ക് വീടിൻ്റെ എലവേഷനിൽ കാണാം. 2 ബാൽക്കണികളാണ് വരുന്നത്. ഒരു ഭാഗത്ത് വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബാൽക്കണി ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബാൽക്കണിയാണ്. വലിയ ഗ്ലാസ് വിൻഡോകളാണ് മറ്റൊരു പ്രത്യേകത. എ ഷേപ്പിലുള്ള ഒരു വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഓടാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന റോഡ് തന്നെയാണ്. ഏകദേശം ഒരു 8 മീറ്റർ വിടുത്തുള്ള വലിയ റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ സ്പേസ് നമുക്ക് ഒഴിച്ചിട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ എല്ലാം മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. വീടിൻ്റെ മതിലിലേക്ക് വരുമ്പോൾ ഇവിടെ കരിങ്കല്ല് വെച്ച് ഉപയോഗിച്ചിട്ട് ബാംഗ്ലൂർ സ്റ്റോണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് വെർട്ടിക്കലായിട്ടുള്ളൊരു ഡിസൈൻ വർക്കിൽ നമുക്കിവിടെ ചെയ്തിരിക്കുന്നതായി കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. വലിയ ഒരു ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കടന്നു വരുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കാണ്. കോബിൾ സ്റ്റോൺസാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളവും അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. വീടിന് ചേർന്ന് തന്നെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ കലാത്തിയ പ്ലാന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കോർണറിലും ചെറിയൊരു ഗാർഡൻ സ്പേസ് പോലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ കോമൺ കിണറാണ്. ഈ കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. വീടിന് പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് പോകുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് അല്ല, ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ലെതർ ഫിനിഷിൽ വന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. തേക്കുട്ടിലാണ് മെയിൻ ഡോർ. വലിയ ഒറ്റപ്പാളിലുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡിലും ഒരു ലോക്കും ഇവിടെ കൊടുത്തിരിക്കുന്നു. കയറി വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയാണ്. വലിയ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മോഡേൺ ഡിസൈനുള്ള വിൻഡോ നമുക്ക് ഇവിടെയും കാണാം. ഇതാണ് TV യൂണിറ്റ്. TV യൂണിറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഷെൽഫ് കാണാം, ക്യൂരിയോ ഷെൽഫ് കാണാം. ഇവിടെ സെൻറ്റർ ഭാഗത്ത് TV വെക്കാനുള്ള സ്പേസാണ്. അവിടെ വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ലോവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. താഴെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നോക്കിയാൽ തന്നെ അറിയാം, നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയ വിൻഡോ വരുന്നത് കാണാം. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വാഷ് കൗണ്ടറാണ്. അത് വരുന്ന ഏരിയ ഇവിടെയാണ്. ഇവിടെ ഒരു മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജാഗ്വാറിൻ്റെ ഒരു ടാപ്പ്, സെറയുടെ ഒരു വാഷ് ബേസിൻ, ഇവിടെ ഫുൾ ബോഡി ടൈലാണ്. കൗണ്ടർ ടോപ്പ്, വാനിറ്റി കൗണ്ടർ. ഇനി ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ക്രോക്കറി ഷെൽഫ് കാണാം. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതാണ് കിച്ചൺ. വലിയ ഒരു കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഒരു യു ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള
ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. അത് ബ്ലാക്ക് കളറിലുള്ള സിങ്കാണ്. നോക്കിയാൽ സൂം ചെയ്താൽ അറിയാം. ഇവിടെ ബ്ലാക്ക് കളറുള്ള സിങ്ക് നൽകിയിട്ടുണ്ട്. സെറയുടെ ഒരു 2 ടാപ്പുകൾ കൊടുത്തിരിക്കുന്നു. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വിൻഡോ ഒരു 3 പാളിയുടെ ഫ്രണ്ടിലേക്ക് ഇതായിട്ട് വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. അവിടെ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. താഴത്തെ നിലയിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം വരുന്നത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന സ്പേസിലാണ്. നല്ല പ്രൈവസി ഉള്ള രീതിയിലാണ് ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം. 2 വശത്തും ജനലുകൾ കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയ ജനലല്ല, ഒരു മോഡേൺ ഡിസൈനിൽ വരുന്ന ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ വാർഡ്രോബാണ് വരുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമാണ്. ബാത്റൂം ഫൈബർ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. തേക്കുഡിൻ്റെ ഫിനിഷിൽ വരുന്ന ഫൈബർ ഡോർ. വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂമിനെ തിരിച്ചിരിക്കുന്നതായി കാണാം. ഇതെല്ലാം മാറ്റ് ഫിനിഷിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് റെയിൻ ഷവർ കാണാം. സെൻട്രൽ ഭാഗത്ത് കൺസീൽഡ് ഫ്ലഷ് ടാഗും ഹാങ് ക്ലോസറ്റ്, ഇവിടെ വാഷ് ബേസിൻ. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. 3 ഫേസ് കണക്ഷനാണ് ഈ വീട്ടിലേക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെയർ പോകുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. സ്ക്വയർ ട്യൂബ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വുഡൻ ചവിട്ടുന്ന ഭാഗവും വുഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ അപ്പർ ലിവിങ് സ്പേസ് ആണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. ഇവിടെ ചെറിയൊരു ലൈറ്റ്, ഹാങ് ലൈറ്റ് കാണാം. ഇവിടെ എല്ലാം പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിങ് സ്പേസ് ഇങ്ങനെ ഒരു, ഇവിടെ 2 ഡബിൾ ഹൈറ്റാണ് വരുന്നത്. നമ്മൾ ഈ ഡൈനിങ് സ്പേസിൻ്റെ മുകൾ ഭാഗമാണിത്. അവിടെ ചെറിയൊരു ഹാങ് ലൈറ്റ് കാണാം. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പ് കയറി വരുന്ന ഒരു ഏരിയയാണ്. അവിടെയും ഡബിൾ ഹൈറ്റാണ് വരുന്നത്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗം വരുന്നത് ഈ ഏരിയയിലാണ്. അത് ചെറിയൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. ചെറിയൊരു ബോക്സ് മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ആക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും ഒരു വിൻഡോ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. യൂട്ടിലിറ്റി ഏരിയ ഇതാണ്. ഫുള്ളി കവേർഡായിട്ടുള്ള മുകൾ ഭാഗത്തെല്ലാം കവർ ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി ഏരിയയാണ്. നല്ല ഗ്രിപ്പുള്ള ടൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇനി പോകുന്നത് ബെഡ്റൂമുകളിലേക്കാണ്. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ തന്നെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നോക്കാം. താഴത്തെ ബെഡ്റൂം കണ്ടില്ലേ, അതിൻ്റെ സെയിം എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ബെഡ്റൂം. അപ്പോൾ സെയിം സ്പേസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ബെഡ്റൂമിന് ഇവിടെ നമുക്കൊരു ചെറിയ ഒരു കബോർഡിൻ്റെ സ്പേസ് വരുന്നുണ്ട് എന്ന് മാത്രം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് ഈ ഏരിയയിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഭംഗിയുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂമും സെയിം കളർ തീം തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാ ബാത്റൂമും വിശാലമായിട്ടുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി 3ാമത്തെ ബെഡ്റൂം കൂടിയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ 2 ബാൽക്കണിയും കൂടിയുണ്ട്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി അവൈലബിൾ ആണ്. അത് മാത്രമാണ് ഒരു വ്യത്യാസം. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഡ്രസ്സിങ് സ്പേസ് കൂടിയുണ്ട്. ഇതാണ് ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡിനോട് ചേർന്ന് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടില്ല. അതിന് പകരം നമ്മളിവിടെ ആയിട്ട് ഒരു ഡ്രസ്സിങ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് സ്പേസ് കാണാം. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ടൈല് മാത്രമാണ് വരുന്നത്. ഒരൊറ്റ കളറുള്ള ടൈലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ബാൽക്കണിയിലേക്ക് പോകുന്ന ഒരു ഗ്ലാസ് ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. വലിയ ബാൽക്കണിയൊന്നുമല്ല, ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഒരു ബാൽക്കണി. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. അങ്ങോട്ടുള്ള വ്യൂ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണി കൂടി കാണാം. ഈ ഡോർ തുറന്നാൽ മെയിൻ ബാൽക്കണിയാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് മെയിൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ മുകളിലായിട്ട് വുഡാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ ബാൽക്കണിയിൽ നിന്ന് ആ ഭാഗത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമായിട്ട് തന്നെ കാണാം. 4.5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്.
വില്ല വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി വികാസവാണിയിലാണ്. മനോഹരമായിട്ടുള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വില്ല. ഈ വില്ലയിൽ നിന്ന് നമുക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഉള്ള ദൂരം ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററൊക്കെ ആയിരിക്കും. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായിട്ടുള്ള നിർമ്മിച്ച ഈ വീടിൻ്റെ വില 1,05,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.